ത്യാഗം ചെയ്ത് ആർക്കു വേണ്ടിയും ജീവിക്കരുത്. സ്വന്തം ജീവിതം നോക്കാതെ ആർക്കു വേണ്ടിയാണോ ജീവിതം മാറ്റി വയ്ക്കുന്നത് അവർ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ത്യാഗം ആണെന്ന് പോലും മനസ്സിലാക്കുക കൂടി ചെയ്യില്ല. അവസാനം ജീവിതം നഷ്ടമായതിനേക്കാൾ വഞ്ചിക്കപ്പെട്ടു എന്നത് നമ്മുടെ മനോനില തകർക്കും. കാക്കയ്ക്ക് കുയിലിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ കഴിയും, പക്ഷേ സ്വന്തം ശബ്ദം മധുരമാക്കാൻ കഴിയില്ല. അതുപോലെ ഒരു അപവാദക്കാരന് മാന്യനെ അപകീർത്തിപ്പെടുത്താൻ കഴിയും, പക്ഷെ അയാൾക്ക് സ്വയം ഒരു മാന്യനാകാൻ കഴിയില്ല. സാമൂഹിക ജീവിയായ മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിൽ പരസ്പരം സഹായം ചെയ്യേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. ആരെയും ആശ്രയിക്കാതെ ഒരാൾക്കും ജീവിക്കാനാവില്ല. നാം സ്വീകരിക്കുന്ന ഓരോ സഹായത്തിനും നന്ദിയുള്ളവരായിരിക്കുക. സഹതാപം പിടിച്ചുപറ്റി സഹായം സ്വീകരിക്കുന്നത് ഒരു മിടുക്കായി കാണാതിരിക്കുക. സഹായം സ്വീകരിക്കുന്നത് ഒരു അവകാശമായും കാണാതിരിക്കുക. കഴിവതും ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുക. പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിനനുസരിച്ചാണ് അതിജീവനത്തിൻ്റെ മാർഗങ്ങളും കണ്ടെത്തുന്നത്. ഓരോ പ്രശ്നങ്ങൾക്ക് ഒടുവിൽ അതിൻ്റെ പരിഹാരവും ഉണ്ടാകും. പതറിപ്പോകരുത് എന്ന് മാത്രം. ഒരാൾ സത്യസന്ധനാണെന്ന് തുടർച്ചയായി പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങളെ ഏതോ കള്ളം വിശ്വസിപ്പിക്കേണ്ടതുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സത്യസന്ധരായവർ സത്യം പ്രവർത്തിക്കുകയേ ഉള്ളൂ, പറഞ്ഞു നടക്കില്ല. നമ്മൾ ജീവിച്ചു കഴിഞ്ഞ ഓരോ നിമിഷവും നമ്മുടെ നഷ്ടങ്ങൾ ആയിരുന്നെങ്കിൽ ഇനി ശേഷിക്കുന്ന നിമിഷങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുക. അഭിപ്രായങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വന്നാലും തീരുമാനം ശരിയാവണമെങ്കിൽ തീരുമാനം നമ്മുടെ തന്നെയാകണം. കണ്ണടച്ച് സ്വന്തം മനസ്സിനോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം തന്നെയാകും എപ്പോഴും ശരിയാവുക. ഒറ്റപ്പെട്ടു പോയി എന്നോർത്ത് ദുഃഖം വേണ്ട. എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞ് അഹങ്കാരവും വേണ്ട. ക്ഷണികമായ ഈ ജീവിതത്തിൽ ഒന്നിനും സ്ഥിരതയില്ല. ഈ നിമിഷവും കടന്നുപോകും. ഓരോ നിമിഷവും സന്തോഷമായിരിക്കാം. എല്ലാം അവസാനിച്ചു കഴിഞ്ഞാലും പ്രതീക്ഷയുടെ ഒരു ചെറുനാളം ഉള്ളിൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുമാത്രം മതി ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു പറക്കാൻ. എത്ര വലിയ തകർച്ചയും മനഃശക്തി ഒന്നുകൊണ്ട് മാത്രം തരണം ചെയ്യാൻ കഴിയും. ഇന്നലെ വരെ കിട്ടിയവ നാളെ ഉണ്ടാകുമോ എന്നറിയില്ല. എങ്കിലും ഒന്നറിയാം, ഇന്നലെ വരെ ലഭിച്ച പലതും നാളെ കിട്ടാതെ വരുമ്പോൾ മാത്രമാണ് അതെല്ലാം സൗഭാഗ്യങ്ങൾ ആയിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. ഒരാളുടെ പ്രവൃത്തിയും സംസാരവും നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് എങ്കിൽ അത്തരം ആളുകളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാതെ അവരോട് തർക്കിക്കാൻ നിന്ന് നമ്മുടെ വിലപ്പെട്ട സമയം കൂടി നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാവരെയും സന്തോഷിപ്പിച്ചും നമുക്ക് ജീവിക്കാനാവില്ല. പക്ഷെ നമ്മുടെ പെരുമാറ്റം ഒരാളെയും വേദനിപ്പിക്കാതെ നോക്കണം. ജീവിതം തന്നെ വലിയൊരു പരീക്ഷണമാണ്. ഒന്ന് കഴിയുമ്പോൾ അടുത്തത്. അതിൽ ജയവും പരാജയവുമുണ്ട്. രണ്ടും ഒരേ മനസ്സോടെ സ്വീകരിക്കാൻ കഴിയുന്നവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും.